അസ്സലാമു നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് 9:123 ആണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ മറന്നിട്ടില്ല. അതെന്താ വെച്ചാൽ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ 9:123 കുറിച്ചാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഖുറാനിലെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് വന്ന് സംസാരിച്ചത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു താത്ത ഇരുന്നങ്ങ് വെളുപ്പിക്കുകയാണ്, ആദ്യം നിങ്ങൾ 9:123 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യൂ, എന്നിട്ട് ബാക്കി പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഖുറാനിൽ പലയിടത്തും പല സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നതെന്നും കറക്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണെന്നും ഇരുന്ന് വെളുപ്പീരാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കാര്യം പറയട്ടെ, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അതിപ്പം അത് ഏതൊരു സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, അത് ഞാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ അതിനെ വളച്ചൊടിച്ച് വെളുപ്പിച്ച് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ റബ്ബ് എന്നെ വെറുതെ വിടുന്നുണ്ടോ? ഉണ്ടോ? ഒരിക്കലില്ല. റബ്ബിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അത് എന്താണോ അത് കറക്റ്റായിട്ട്, അതിപ്പോൾ നിങ്ങൾക്കത് ബോധിച്ചാലും ബോധിച്ചില്ലെങ്കിലും എന്താണ് അത് ഞാൻ കറക്റ്റായിട്ട് വന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിൽ എന്നെ ശിക്ഷിക്കൂലേ? ഉറപ്പായിട്ടും. ഞാൻ വന്ന് പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും അത് പബ്ലിക്കായിട്ടാണ്. കുറെ ആളുകൾ ഇത് കാണുമെന്നും മനസ്സിലാക്കുമെന്നും എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ വന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് വന്ന് ബാധിക്കുന്നത് എന്നെയാണ്, നിങ്ങളെയല്ല. ഓക്കെ, അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ എന്താണ് ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ, ഒരുപാട് തവണ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്ന് ഓരോന്നും പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു കമന്റ് കണ്ടത്, താത്തയ്ക്ക് ഒരു വിവരവും ഇല്ല, മതവിവരവും ഇല്ല, ചരിത്രവും ഒന്നും അറിഞ്ഞൂടാ, ഒന്നും അറിയില്ല, എന്നിട്ടിരുന്ന് വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എൻ്റെ വിവരവും ബുദ്ധിയും അറിവും ഇതെല്ലാം നിങ്ങൾ മെഷർമെന്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ ഇത്ര കൃത്യമായിട്ട് പറയാൻ? ഞാൻ എന്താണെന്നും എൻ്റെ ലൈഫ് എന്താണെന്നും എൻ്റെ അറിവ് എന്താണെന്നും ബുദ്ധി എന്താണെന്നും അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു മനുഷ്യന് പോലും അതറിയില്ല. ഓക്കെ, പിന്നെ റബ്ബിനും അറിയാം. അപ്പോൾ അത് ജഡ്ജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല, കേട്ടോ? ഓക്കെ, അപ്പോൾ ഈ 9:123 എക്സ്പ്ലനേഷൻ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇത് കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് തരേണ്ടത്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. പക്ഷെ അതിനു മുമ്പ്, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടതിന് ശേഷം ക്ഷമയോടിരുന്ന് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതിന് ശേഷം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഈ താത്ത പറഞ്ഞിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഞാൻ വായിക്കും, അത് വിശദീകരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ എവിടെയും നോക്കിയല്ല വായിക്കുന്നത്. അപ്പോൾ ചിലർ അങ്ങനെ പറയും എവിടെയോ നോക്കിയിരുന്ന് വായിക്കുവാണെന്ന്. ഞാൻ ഖുർആൻ എൻ്റെ കയ്യിൽ എടുത്തു വെച്ചിട്ടാണ് വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നത്. ഓക്കെ, എന്നിട്ട് പറയരുത് വെളുപ്പീരാണ്, കേട്ടോ? ഫസ്റ്റ് പോയിന്റ്, ഖുർആൻ എന്തുൽബോധിപ്പിക്കുന്നുവെന്ന് ലോകം ഗ്രഹിച്ചിട്ടില്ല. മുസ്ലിങ്ങളിൽ 1% ഖുർആൻ ഒരാവർത്തി വായിച്ച് അതിൻ്റെ ഉള്ളടക്കം ഗ്രഹിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് മുസ്ലിങ്ങളിൽ 1% പോലും ആളുകൾ ഖുർആൻ എന്താണ് നല്ല വ്യക്തമായിട്ട് അർത്ഥം മനസ്സിലാക്കി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് ശരിക്കും ഖുർആൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിമതസ്ഥരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു കൂട്ടം ചിന്താശൂന്യരും യാഥാസ്ഥിതികരുമായ മുസ്ലിങ്ങളുടെ നടപടികളാണ് വിമതസ്ഥർ കണ്ടത്. അപ്പോൾ ആ നടപടികളെല്ലാം ഖുർആനിലുള്ളതായിരിക്കുമെന്ന് അവർ ധരിച്ചു. എന്നിട്ട് അധപ്പതന ഹേതുകവും യുക്തിഹീനവുമായ ഉപദേശങ്ങളാണ് ഖുർആൻ നൽകിയിരിക്കുന്നതെന്ന് അവർ വിധി കൽപ്പിച്ചു. അതായത് ചില മുസ്ലിംസ് ഉണ്ട്, ഒന്നും അറിയാത്ത കുറെ മുസ്ലിംസ് കുറെ അറിവുകൾ വന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതങ്ങ് വിശ്വസിക്കണം, അങ്ങ് അട്ടപ്പടലേ അങ്ങ് എടുത്തങ്ങ് വിശ്വസിച്ച്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയായിരിക്കും ഖുർആനിനകത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്തു? വിധി കൽപ്പിച്ചു എന്നാണ് അവിടെ അർത്ഥം പറയുന്നത്. ഓക്കെ, വാസ്തവത്തിൽ ആ മുസ്ലിങ്ങളുടെ നടപടികളെ ഒന്നാമതായി എതിർക്കുന്നത് ഖുർആൻ തന്നെയാണെന്ന് ആ വിമതസ്ഥർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ഈ അറിവില്ലാത്ത കുറെ മുസ്ലിങ്ങൾ എന്തൊക്കെയോ വന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഖുർആൻ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഖുർആൻ പോലും അതിനെ എതിർക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും ചെയ്തത് CN അഹമ്മദ് മൗലവിയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണെ. അതായത് ഖുർആൻ 30-ൽ ഒരംശം വിവർത്തനം ചെയ്യിച്ചു,
1935 പ്രസിദ്ധീകരിച്ചപ്പോൾ 7 പണ്ഡിതന്മാർ അതിനെതിരിൽ മതവിധികൾ ഇറക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പരിതസ്ഥിതിയിലാണ് 1951 ഖുർആൻ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കാനുള്ള മഹത്തായ ശ്രമത്തിൽ പ്രവേശിച്ചതെന്ന് അദ്ദേഹം പറയണം. സ്ത്രീകൾക്ക് എഴുത്തു പഠിക്കാൻ പാടില്ലെന്ന് ശക്തിയായി വാദിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പണ്ഡിതന്മാർ തന്നെയായിരുന്നു. ഈ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടമായപ്പോഴേക്കും ആ വാദം ശരിയല്ലെന്ന്, അത് യഥാർത്ഥത്തിൽ മതവിധിയല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവരുടെ ഇഷ്ടത്തിന് കുറെ വിധികൾ ഉണ്ടാക്കുന്നു, എന്നിട്ടത് ആൾക്കാരിലേക്ക് അത് എത്തിക്കുന്നു. എന്നിട്ട് എന്താ പറയുക, ഖുർആൻ തന്നെ ഒരു പ്രൂഫ് നമുക്ക് തരുകയാണ്. അതായത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടെന്നും അതോടൊപ്പം തന്നെ എന്താണ് അപ്പം ഇതൊന്നും അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളൊന്നും മതവിധി അല്ലെന്നും ഇവിടെ ഖുർആൻ തന്നെ നമുക്ക് പ്രൂഫ് തരുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അടിമയാണ്, എഴുത്തും വായന പഠിപ്പിക്കാൻ പാടില്ല. ഇപ്പോഴും ആളുകൾ അതെടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതൊക്കെയും എന്താണ്, അതൊന്നും മതവിധികളല്ലെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് നമുക്ക് വായിക്കാം. ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും തയ്യാർ ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, മറിച്ച് വളരെ വളരെ വിഷമകരമാണ്. അറബി സാഹിത്യം, വിശിഷ്യ ഖുർആൻ അവതരിച്ച കാലത്തെ സാഹിത്യം നന്നായി പഠിക്കണം. അപ്രകാരം തന്നെ അന്നത്തെ അറേബ്യയുടെയും ലോകത്തിന്റെയും ചരിത്രം, പുരാതന മതങ്ങളുടെയും സമുദായങ്ങളുടെയും ചരിത്രം മുതലായി പലതും സസൂക്ഷ്മം പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇതേ പ്രകാരം തിരുമേനിയുടെ ജീവിതം, പ്രവർത്തനങ്ങൾ, പ്രഭാഷണങ്ങൾ മുതലായവയും ഇതെല്ലാം ശരിക്ക് ഗ്രഹിക്കാതെ പരിഭാഷയും വ്യാഖ്യാനവും തയ്യാർ ചെയ്യുന്ന പക്ഷം പറ്റിപ്പോകുന്ന അബദ്ധം ചെറുതൊന്നുമായിരിക്കില്ല. ഖുർആൻ ദൈവവചനമാണ്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ നിന്നുകൊണ്ട് അത് മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവഹിതത്തിനെതിരായാണ് അത് പരിചയപ്പെടുത്തിയതെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. അതായത് ഒരു ഖുർആൻ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ തയ്യാർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ചെറിയ കാര്യമൊന്നുമല്ല, അല്ലേ? അപ്പോൾ അതത്രയും റിസ്ക് എടുത്ത പണിയാണ്. അപ്പോൾ അത് നന്നായി പഠിച്ചാൽ മാത്രം, അത് പഠിച്ചിട്ടും അവിടെ തെറ്റുകൾ സംഭവിച്ചു പോയേക്കാം, അല്ലേ എന്നോട് പറയുന്നുണ്ട്. കാരണം പഠിച്ചവന്റെ നിയമങ്ങളാണ് നമ്മൾ പറയുന്നത്, പഠിച്ചവനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റ് വന്നു കഴിഞ്ഞാൽ പണിയാണ്. അതുപോലെ തന്നെ നമ്മൾ അനുഭവങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നതും പഠിക്കുന്നതുമല്ല, അല്ലേ? അതായത് സ്വന്തം അനുഭവമാണെങ്കിലും ശരി, മറ്റുള്ളവരുടെ അനുഭവമാണെങ്കിലും ശരി, അത് കേൾക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നത്, അതായത് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു. ഒരുപാട് അറിവുകൾ അറിയാവുന്ന ഒരു മഹാപണ്ഡിതൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുമാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതെന്ന് പറയണം. അപ്പോൾ അങ്ങനെയാണ് ഈ പരിഭാഷ എഴുതുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഖുർആനിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം പരിശോധിച്ചുകൊണ്ട് എത്രയോ ദിവസം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, എത്രയോ മലഞ്ചെരിവുകൾ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്നെല്ലാം അദ്ദേഹം എഴുതിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? അതായത് ആ ഖുർആനിലെ ഓരോ വാക്കുകൾക്കും ഖുർആൻ കൊടുക്കുന്നൊരു അർത്ഥമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ തിരിച്ചറിയാനേ പറ്റത്തില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അത് വ്യാഖ്യാനിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് തെറ്റായൊരു കാഴ്ചപ്പാടായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അത് തെറ്റായൊരു കാര്യമായി മാറും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഇത് പറയാൻ കാരണം. ഓക്കെ, അടുത്ത പോയിന്റ്. അറബികളിൽ അക്ഷരജ്ഞാനം വളരെ കുറവ്. തന്നിമിത്തം ഈ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മതപഠന കേന്ദ്രങ്ങളിലും പ്രസംഗ സ്ഥലങ്ങളിലും ചെന്നിരുന്ന് അവർ വിവരിക്കുന്ന പുരാണേതിഹാസങ്ങൾ കേട്ട് പഠിക്കുക അറബികളിൽ പതിവായിരുന്നു. അതായത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അതായത് ഒരു അറിവുമില്ലാത്ത കുറെ അറബികൾ ആ ഒരു കാലഘട്ടത്ത് ഈ ക്രിസ്ത്യാനികൾ നടത്തുന്ന പ്രസംഗ സ്ഥലങ്ങളിലൊക്കെ അവിടെ മതപഠന ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിരുന്ന് ഇവരിത് കേൾക്കുമായിരുന്നു. അങ്ങനെ അവരത് കേട്ട് കുറെ പഠിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഖുർആനിലേക്കും അവരുടെ ആ ഒരു കാര്യങ്ങൾ, അവർ പഠിച്ച കാര്യങ്ങളെല്ലാം അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് മറ്റെല്ലാ അതിരുകളും കടന്ന് പരിശുദ്ധ പ്രവാചകന്മാരുടെ പേരിൽ നിന്നാവഹമായ പല കുറ്റങ്ങളും ആ ഇസ്രായേലിയത്തിൽ ചുമത്തിയിരുന്നത് കാണാം. അതെല്ലാം ഈ പരിഭാഷയിൽ അതിടങ്ങളിൽ വ്യക്തമായി ഉണർത്തിയിട്ടുണ്ട്. അതായത് ഇവര് നമുക്കറിയാം, ഇസ്രായേൽക്കാരുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വേദത്തിൽ ചിലപ്പോൾ പ്രവാചകന്മാരെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം ഇവർ പറഞ്ഞല്ലോ, ഇവർ അറിവുകൾ കേട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവരിതെല്ലാം പഠിച്ചിട്ട് എന്ത് ചെയ്യും, ഖുർആനിലേക്ക് അത് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ഇവിടെ 2 രീതിയിലും ഖുർആനെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുകയാണ് ഇവര്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നബിമാരുടെ ജീവിതം മനുഷ്യവംശത്തിന് മാതൃകയാണെന്ന് അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നു, അതേ നബിമാർ തന്നെ കള്ളം പറഞ്ഞു, മോഷ്ടിച്ചു, വഞ്ചിച്ചു എന്നുള്ള കുറെ കഥകളും ഉണ്ടാക്കി പറഞ്ഞു. അതാണ് സംഭവം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് സ്വീകരിക്കാൻ വയ്യല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ഖുർആന് ചില മൗലിക സിദ്ധാന്തങ്ങളുണ്ട്.
ആ മൗലിക സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായി ഖുറാനിലെ ഒരു സംഭവമോ വാക്യമോ ഒന്നും വ്യാഖ്യാനിച്ചുകൂടാന്ന് ഖുറാൻ നിർബന്ധിച്ച് പറയാണ്. അപ്പോൾ അത് ആ ഓർമ്മ വായനക്കാരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നും പറയുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. 9:23 എന്താണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ സത്യം താത്ത അങ്ങോട്ട് വെളുപ്പിക്കാൻ പോവാണ്. കട്ടയ്ക്കങ്ങ് കൂടെ നിന്നേക്കണം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് സമരം ചെയ്തു കൊള്ളുക. അവർ നിങ്ങളിൽ പരുഷ സ്വഭാവം കാണട്ടെ. പക്ഷേ ഒരു കാര്യം ഗ്രഹിച്ചു കൊള്ളുക, അള്ളാഹു സൂക്ഷ്മതയുള്ളവരുടെ കൂടെയാണ്. ഇതിന്റെ വിശദീകരണമുണ്ട്, അത് നമുക്ക് നോക്കാം. സമരത്തിനിറങ്ങുമ്പോൾ ശത്രുക്കൾ നിങ്ങളിൽ പരുഷ സ്വഭാവം കാണട്ടെ എന്ന് ഖുർആൻ കൽപ്പിക്കുമ്പോൾ അവർ സാധാരണ അത്തരക്കാരല്ല, സൗമ്യശീലരാണെന്ന് വരുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് അവിടെ ആ സ്റ്റേറ്റ്മെന്റിന് അവിടെ യുദ്ധമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, ഇവിടെ സമരമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ, വ്യത്യാസം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വായിച്ചതിൽ എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്ത് സത്യനിഷേധികൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി ക്രൂരമായി ഉപദ്രവിക്കണമെന്നും അല്ലെങ്കിൽ കൊലപ്പെടുത്തണമെന്നും അങ്ങനെ എന്തെങ്കിലും ഇതിൽ പറഞ്ഞിരുന്നോ? അല്ല, ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കുക. പിന്നെ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്, കുഴപ്പം എന്താണ്? അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഹെഡിങ് എന്താണെന്നറിയോ? ഹെഡിങ് സമുദായ പുരോഗതിയിൽ നബിക്കുള്ള ശ്രദ്ധ. ആ ഒരു ഭാഗത്താണ് ഈ സൂറത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് സമരം ചെയ്തു കൊള്ളുക. ഈ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സൂചിപ്പിക്കുന്നത് സമുദായ പുരോഗതിക്ക് വേണ്ടി സമരം ചെയ്തു കൊള്ളുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, റസൂലുള്ളയാണ് ഇസ്ലാം മതം, അള്ളാന്റെ മതം നമുക്ക് പരിചയപ്പെടുത്തുന്നതും അതിലേക്ക് നമ്മളെ ക്ഷണിച്ചതുമല്ല അല്ലെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ള അത് സത്യത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പോൾ അത് തകർക്കാൻ വേണ്ടി ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു ചുറ്റിനും അല്ലെ. അപ്പോൾ അവരതിനെ എതിർത്തു, അത് തകർക്കാൻ ശ്രമിച്ചു, നശിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിനെ എതിരെ നിൽക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ വണങ്ങി നിൽക്കണമായിരുന്നു. അതിനെ ശക്തമായി റസൂലുള്ളാഹി എതിർത്തു അല്ലെ, പ്രതികരിച്ചു, യുദ്ധം ചെയ്തു, സമരം ചെയ്തു. അങ്ങനെ അത് ആ മതത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു സൂറത്തുകളാണ് ഈ പറയുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട സൂറത്തുകളെല്ലാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിചാരം എന്താ? അതായത് സത്യനിഷേധികളുടെ അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കയറി തീർക്കണം എന്നല്ല നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നേ. അത് നിങ്ങളുടെ ചിന്താഗതി തെറ്റിദ്ധാരണകളൊക്കെയാണ്. അത് മാറ്റൂ. മനസ്സിലായോ? അത് അങ്ങനൊന്നും അല്ല എന്ന് ഖുറാൻ തന്നെ ഇപ്പം ഞാൻ അത് വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഓക്കെ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? ഈ യുദ്ധം, അടിമ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടന്നത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ളൊരു കാലഘട്ടത്താണ്. എന്നിട്ട് ആ കാലഘട്ടവും ഈ കാലഘട്ടവും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യം എന്താണ്? എന്തോരം ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കരുതി നിയമം എപ്പോഴും ഒരുപോലെ ആയിരിക്കും. പക്ഷെ ഈ തലമുറയിലേക്ക് ഈ നിയമം വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി യുദ്ധം ചെയ്യണമെന്നല്ല. അതായത് ഈ കാലഘട്ടത്ത് ഒരുപാട് ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാനെയും റസൂലുള്ളാഹിനെയും ഖുർആനെയും ഒക്കെ വളരെ മോശമായിട്ട് പറഞ്ഞു നടക്കുന്ന പ്രവാചകന്മാരെയും അങ്ങനെ എല്ലാവരെയും വളരെ മോശമായിട്ട് കളിയാക്കുക, വൃത്തികേടുകൾ പറയുക, തെറി വിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് പ്രതികരിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അതിപ്പോ അടുത്ത് താമസിച്ചാലും ഇല്ലെങ്കിലും ശരി, അവരുടെ വാക്ക് കേട്ട് മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. അവരോട് എന്ത് ചെയ്യണം? പ്രതികരിക്കണം എന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ അവരുടെ ദേഹോപദ്രവം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനോ അല്ല അവിടെ പറയുന്നത്. പക്ഷെ നമ്മൾ അവർ പറയുന്ന കേട്ട് മിണ്ടാതിരിക്കരുത്, പ്രതികരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് ഈ നിയമം ഇങ്ങനെ വരും. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളവിടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കാൻ വരുമോ? ഇല്ല. ഒരുപാട് ഇസ്ലാമിനെ വിമർശിക്കുന്ന, കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഏത് മതമായിക്കോട്ടെ, ഏത് മതമായാലും അവരുടെ മതം, വിശ്വാസങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, അതവർ ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെതിരെ ആര് സംസാരിച്ചാലും പ്രതികരിക്കും അല്ലേ. അതുപോലെയുള്ളൂ ഇസ്ലാം മതത്തിലുള്ള ആളുകൾ പ്രതികരിക്കും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മിണ്ടാതിരിക്കുക അല്ലേ? അതിൽ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി.